പക്ഷെ നമ്മളെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രതിഭാസമായിട്ട് മാറിത്തീരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ രാമചന്ദ്ര ഗുഹ ചരിത്രകാരൻ, എഴുത്തുകാരനൊക്കെ പറഞ്ഞത് മോദി വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് പോലും മോദിയോടൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം പക്ഷേ രാഹുൽ ഗാന്ധിയോട് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും കാലം ഇരുന്ന പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ പിന്തള്ളിക്കൊണ്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഈ ഒരു ബെഞ്ച് മാർക്ക് ഇനി ആർക്കെങ്കിലും മറികടക്കാൻ പറ്റും? ഈ ബെഞ്ച് മാർക്ക് ആർക്കും മറികടക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ബെഞ്ച് മാർക്ക് പോലും ആർക്കെങ്കിലും മറികടക്കാൻ കഴിയുമെന്ന് ആരും കരുതിയിരുന്നതല്ല. അത്ര ദീർഘകാലം അദ്ദേഹത്തിന് ഭരണത്തിലിരിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റാരും ഇന്ത്യയിൽ ഇല്ലല്ലോ. കോൺഗ്രസേ ഉള്ളൂ. ഏകപാർട്ടി ഭരണം എന്നാണ് ആ കാലഘട്ടത്തിലെ ഭരണത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകൾ എന്നുവെച്ചാൽ 15 വർഷക്കാലം. 52-ലാണ് നമുക്ക് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന 15 വർഷക്കാലം എന്ന് പറയുന്നത് കോൺഗ്രസിന് എതിരാളികളില്ലാത്ത കാലമായിരുന്നു. ആ കാലത്തെ ഏകഛത്രാധിപതിയെപ്പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. പക്ഷേ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ജനാധിപത്യ ബോധവും നെഹ്റുവിൻ സോഷ്യലിസം എന്ന് പറയുന്ന സങ്കല്പവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന്, അദ്ദേഹത്തിൻ്റെ ഇമേജിന് ഒരു കരിസ്മാറ്റിക് കളർ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ കാരണം ഇന്ത്യയുടെ ഏറ്റവും മികച്ച ജനാധിപത്യ ഭരണാധികാരി ജവഹർലാൽ നെഹ്റു ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇന്ത്യ ജനാധിപത്യത്തിൽ ഉറച്ചു നിന്നതിൻ്റെ അടിത്തറയും അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധമായിരുന്നു എന്നുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ഒരു നമുക്ക് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സിറ്റിസൺ ആയിരുന്നു. ശരി, ആ യൂണിവേഴ്സൽ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു കരിസ്മയിലേക്ക് അദ്ദേഹം വളരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കൊണ്ടും അദ്ദേഹത്തിൻ്റെ വായന കൊണ്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൊണ്ടുമായിരുന്നു. പഴയ കാലത്ത് പ്ലേറ്റോ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്: നല്ല ഭരണാധികാരികൾ ഫിലോസഫർ കിങ് ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു ദാർശനികനായിട്ടുള്ള രാജാവിൻ്റെ ഒരു ഭാവം, അതേപോലെ പ്രകൃതി ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഭരണാധികാരിയെ നമുക്ക് മികച്ച ഭരണാധികാരി എന്ന് പറയാൻ കഴിയുള്ളൂ. ജവഹർലാൽ നെഹ്റു അത്തരത്തിലുള്ള ഒരാളായി തീർച്ചയായിട്ടും നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. കാലം അങ്ങനെയാണ് അദ്ദേഹത്തെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിലവിലിപ്പം മോദി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ ആർക്കാണ് കൂടുതൽ മാർക്ക് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇപ്പോൾ പുതിയ കാലത്ത് BJPയുടെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇമേജ് തകർത്ത് അതിൻ്റെ മേൽ നരേന്ദ്രമോദിയുടെ ഇമേജിനെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പലയിടങ്ങളിലും നെഹ്റുവിനെ അവർ ഇകഴ്ത്തുന്നുണ്ട്. പല കാര്യങ്ങളിൽ നെഹ്റു വിദേശ ശക്തികൾക്ക് പലപ്പോഴും വിടുപണി ചെയ്ത മനുഷ്യനാണ് എന്ന് ചിത്രീകരിക്കാൻ വരെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബോധപൂർവമായ ശ്രമങ്ങളാണ്. മാത്രമല്ല, നെഹ്റുവിൻ്റെ ഇമേജ് തകർക്കുന്നതിന് വേണ്ടി ആദ്യം അവരെടുത്തു വെച്ച് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഇമേജായിരുന്നു. പട്ടേലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത്. അത് പിടിച്ചെടുത്ത ഒരാളാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മാത്രമല്ല, അതിന്റെ പ്രചരണം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും സർദാർ വല്ലഭായ് പട്ടേലിനെ കോൺഗ്രസ് അവഗണിച്ചെന്നും അതുകൊണ്ട് അത് ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് BJP പട്ടേലിനെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അങ്ങനെയാണ് പട്ടേലിന്റെ ഒരു പ്രതിമ, വലിയൊരു പ്രതിമ ഇന്ത്യയിൽ സ്ഥാപിക്കുകയും അതിൽ നിന്ന് ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. ഇത് വളരെ ബോധപൂർവമായിട്ട് നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന പ്രതിഭാസത്തെ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നതിന് നിരവധി മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു പട്ടേൽ വിവാദം. പട്ടേലിന് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്ന് പട്ടേൽ പോയി. പട്ടേൽ RSSനെ നിരോധിച്ച ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിയാണ്. പക്ഷെ ആ പട്ടേല് ഇപ്പോൾ RSS ചുവന്നുകൊണ്ട് നടക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമായി മാറി. അതിനൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ, ജവഹർലാലിനെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ്. ജവഹർലാലിനെ അവർക്ക് ശരിപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ മേൽ മോളി അവർക്ക് സ്ഥാപിക്കാനും കഴിഞ്ഞു. ഇതാ ഇപ്പോൾ നമ്മൾ ചരിത്രപരമായി മറ്റ് ഒരു വസ്തുതയുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യ ഭരിച്ച
ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി ആര്? അത് നരേന്ദ്രമോദി. ഇതൊക്കെ ആണെങ്കിലും മോദിയെ നമ്മൾ തീർത്തും, നമ്മുടെ നാട്ടിൽ ഒരുപാട് മോദി വിരുദ്ധരുണ്ട്. മോദിക്ക് ഒരു നല്ല ഗുണങ്ങളുമില്ല. മോദിയുടെ കാലവും ജവഹർലാലിന്റെ കാലവും രണ്ടാണ്. ലോകരാഷ്ട്രീയത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ നയിക്കുമ്പോൾ ഇന്ത്യ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ നേതൃപദവിയിലിരിക്കുന്ന രാജ്യം, ചേരിചേരാ രാഷ്ട്രം. കാരണം അന്ന് ലോകം 2 പവർ ബ്ലോക്കുകളായി നിൽക്കുകയും രണ്ടിലും ശരിയും തെറ്റും ഉണ്ടാവുകയും ചെയ്തിരുന്നപ്പോൾ ഇന്ത്യ ആരുടെ കൂടെ നിൽക്കണം എന്ന് തീരുമാനമെടുക്കുമ്പോൾ ശരിയുടെ കൂടെ നിൽക്കണം എന്ന് തീരുമാനിക്കുകയും ലോകത്തെ നിരവധി രാജ്യങ്ങളെ ആ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ നേതൃത്വ പദവിയിലേക്ക് ജവഹർലാൽ നെഹ്റു എത്തിച്ചേരുകയും. ഇന്ത്യക്ക് ഇന്നും എന്നും വലിയ സഹായം നൽകിയ റഷ്യ, നേരത്തെ സോവിയറ്റ് റഷ്യ ആയിരുന്നു, പിന്നീട് റഷ്യ. ഈ റഷ്യയുമായിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്നത് ജവഹർലാലിൻ്റെ സൗഹൃദമാണ്. ശരി, അതിപ്പോഴും നരേന്ദ്രമോദിയുടെ കാലത്തും തുടരുന്നു. നമുക്കിന്ന് അവിടുത്തെ സ്വേച്ഛാധിപതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പുടിൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ സഹായം വളരെ ആവശ്യമുള്ളൊരു കാലഘട്ടമാണ്. പക്ഷെ അവിടെ 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ എന്നും റഷ്യ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വിൻസെന്റ് ചർച്ചിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി പറഞ്ഞത്, നാം ഈ മനുഷ്യരെ, ഇന്ത്യക്കാരെ ഏതാനും വൈക്കോൽ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിച്ചാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നാണ് പറഞ്ഞത്. വളരെയധികം കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ഒരു തരത്തിലുള്ള വികസന സാധ്യതയും ഇല്ലാത്തതായ രാജ്യം. ബഹുഭൂരിപക്ഷം മനുഷ്യരും നിരക്ഷരായിരുന്നു. സ്വന്തം പേരെഴുതാൻ അറിയാൻ പാടില്ലാത്ത ഏതാണ്ട് 80% ആളുകളുള്ള ഇന്ത്യ. ആ ഇന്ത്യയെയാണ് ജവഹർലാൽ നെഹ്റു പുതിയൊരു യുഗത്തിലേക്ക് നയിക്കുന്നതും കൊണ്ടുപോകുന്നത്. നമുക്ക് എത്രയോ വലിയ ഹെവി ഇൻഡസ്ട്രി എന്ന് പറയുന്ന സ്ഥാനം പല രാഷ്ട്രങ്ങളുടെ സഹായത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയും. നമ്മൾ പതുക്കെ വ്യവസായ വളർച്ച നേടി വരികയായിരുന്നു. ഇന്നത്തെ ഇന്ത്യ ആ ഇന്ത്യ അല്ല. ഇന്ന് ആധുനിക കാലത്തെ എല്ലാ സാങ്കേതിക വിദ്യകൾക്കൊപ്പം നിൽക്കാൻ കരുത്തുള്ളൊരു ഇന്ത്യയാണ്. ആ ഇന്ത്യയെ കൈപിടിച്ച് ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. നമ്മുടെ 5 ഇയർ പ്ലാനുകൾ എന്ന് പറയും, പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയും, സോവിയറ്റ് യൂണിയൻ കടം കൊണ്ടതായിരുന്നു എങ്കിൽ പോലും അത് ഒരു പരിധിവരെ നമ്മളുടെ പരാധീനതകൾ പരിഹരിക്കുന്നതിന് കഴിഞ്ഞ സംഭവവികാസങ്ങളായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുന്നതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കരുത്താർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരും. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പിന്നീട് നരേന്ദ്രമോദി സർക്കാർ എത്തുന്ന സമയത്ത് വിറ്റഴിക്കപ്പെടുന്ന കാഴ്ചയുണ്ട്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റഴിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട നയമായിരുന്നു. അന്നത്തെ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്ന കാലത്തെ രാഷ്ട്രീയമല്ല ഇപ്പൊ 21ാം നൂറ്റാണ്ടിലെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം മാറിപ്പോയി, ഏറെ മാറി. അപ്പൊ ആ ഏറെ മാറിയതിനനുസരിച്ചിട്ട് രാഷ്ട്രീയം കളിക്കുകയും അത് സ്ട്രാറ്റജികൾ കൊണ്ടുവരികയൊക്കെ ചെയ്യണം. ഇതിൽ എത്രമാത്രം നരേന്ദ്രമോദി BJP വിജയിച്ചു എന്നുള്ളതാണ്. അവര് ജനാധിപത്യപരമായിട്ട് തുടരെ തിരഞ്ഞെടുക്കപ്പെടുകയാണ് 3ാം തവണയും. അപ്പം ആരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തേണ്ടത്? ജനങ്ങളെയാണോ അതോ ആരെയാണ്? അല്ല, ഇത് കുറ്റപ്പെടുത്തലിന്റെ പ്രശ്നമല്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. അത് അദ്ദേഹത്തിന്റെ ദൗത്യമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വന്നിരുന്നതായിട്ടുള്ള ഭരണാധികാരികൾ പലരും വന്നു. അവസാനം നമ്മൾ നങ്കൂരമിട്ടിരിക്കുന്നത് നരേന്ദ്രമോദിയിലാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചും അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ചും പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറി? വലിയ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ ഗുജറാത്തിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യം ഇതാണ്: നോക്കൂ ഗുജറാത്തിൻ്റെ സിംഹം വരുന്നത് കണ്ടോ എന്നാണ്. ഗുജറാത്തിൻ്റെ സിംഹമായിരുന്നു ആര്? നരേന്ദ്രമോദി. പിന്നീട് അദ്ദേഹം ലോകത്തിൻ്റെ തന്നെ പുരുഷനായി മാറുകയും ലോക പുരുഷനായിട്ട് അതിനെ മാറ്റിയെടുത്തൊക്കെ BJP തന്നെയാണ്, RSS തന്നെയാണ്. അങ്ങനെ മോദി RSSൻ്റെയും BJPയുടെയും കണക്ക് പുസ്തകത്തിൽ വെട്ടും തിരുത്തും വരുത്തി. 75 അധികാരത്തിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞാണ് അദ്വാനിയെ അവർ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. മോദിക്ക് 75 കഴിഞ്ഞു. മോദിയോട് ആരും പറയാറില്ല നിങ്ങൾ വിരമിക്കാൻ നേരമായിരിക്കുന്നു എന്ന്.
മോദി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ബെഞ്ച് മാർക്ക് പോലും അദ്ദേഹം കവർ ചെയ്തിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നരേന്ദ്രമോദി. പക്ഷെ ആ ബെഞ്ച് മാർക്ക് അദ്ദേഹം കവർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, മോദി, ഏത് മനുഷ്യനും പോസിറ്റീവും നെഗറ്റീവും ഉള്ളതുപോലെ തന്നെ മോദിക്ക് പോസിറ്റീവ്സ്, അല്ല BJPക്ക് പോസിറ്റീവ്സ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും? അല്ല, BJPക്ക് പോസിറ്റീവ് ആസ്പെക്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നമുക്ക് BJPയായിട്ട് താല്പര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷെ BJPക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ചില പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകൾ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയാണ് അത് മാറി. അതാണ് അതിൻ്റെ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയും. അവർ തീരുമാനിച്ചു ജമ്മു കാശ്മീരിനെ പ്രത്യേക പദവി വേണ്ട, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പോലെ സംസ്ഥാനമായിട്ട് അവർ മാറട്ടെ, അത് അവരുടെ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടായിരുന്നു. അവർ നടപ്പിലാക്കി. അതിനുള്ള ഇച്ഛാശക്തി അവർ കാണിച്ചു. ആ ഇച്ഛാശക്തിയുടെ ഒരു പ്രതിരൂപമായി നരേന്ദ്രമോദി മാറി. ഒരു വിഷയമല്ല, അതുമാതിരി എല്ലാ വിഷയങ്ങളും എന്തൊക്കെയാണോ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുൻപും രാഷ്ട്രീയമായിട്ട് BJPയും RSSും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതെല്ലാം കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ വിജയിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് BJP ഓരോ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് മുന്നോട്ട്. പക്ഷേ BJP വിജയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പരാജയം കൂടിയാണത്. അത് തന്നെയാണ് രാമചന്ദ്ര ഗുഹ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ട് ചരിത്രകാരൻ, ടെലിഗ്രാഫിലൊക്കെ ഒരു ആർട്ടിക്കിളൊക്കെ നൽകിക്കൊണ്ട് പറഞ്ഞത്. പിന്നീട് അത് കരൺ താപ്പറിന് നൽകിയ അഭിമുഖത്തിലും അത് അദ്ദേഹം ആവർത്തിച്ചു. നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഡിസിപ്ലിൻ ഇല്ല, ഗ്രാവിറ്റാസ് ഇല്ല, കരിക്കുലം വിറ്റ ഇല്ല, ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അച്ചടക്കമില്ല, ഗുരുത്വമില്ല, കൃത്യമായിട്ടൊരു പാഠ്യ പദ്ധതി ഇല്ല, യാതൊരു തരത്തിലുമില്ല. ഇയാൾ എങ്ങനെയാണ് പിന്നെ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയരുക? അതുകൊണ്ട് തന്നെ ഗുഹ പറയുന്നു, മോദിയെ എതിർക്കുന്നവർ പോലും അവർക്ക് രാഹുലിനോട് വിശ്വാസമില്ല, പക്ഷേ മോഡിയോട് എന്തോ ഒരു തരത്തിലുള്ള വിശ്വാസമുണ്ട്. നമ്മൾ കുറച്ചു കാലമായി കേൾക്കുന്ന ഒരു വാക്കാണ് മോദി ഗ്യാരണ്ടി. അത് മോദിയെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ പ്രതീകമായി മാറി. മോദി ഗ്യാരണ്ടി എന്ന് പറയും, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയും. നമ്മളതിനെ വിമർശിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ഫ്രാൻസിൽ ലൂയി 14 പറഞ്ഞ വാചകത്തിന് സമാനമാണ്. ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് സ്വച്ഛാധിപതിയുടെയും നാവിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാചകമാണ്. അത് നരേന്ദ്രമോദിയിലുണ്ട് ആ സ്വച്ഛാധിപത്യം. ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള വാചകമായിട്ടും പ്രസ്താവനയായിട്ടും നമ്മൾ കണക്കാക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് എല്ലാ സ്വച്ഛാധിപതികൾക്കും സ്വാഭാവികമായിട്ടും വിശ്വാസ്യതയുണ്ട്. കാരണം അവർക്ക് ആ ഒരു കരുത്തുണ്ട്. ആ കരുത്താണ് അവരുടെ കഴിവെന്ന് പറയുന്നത്. കാരണം അവരെന്തോ പറഞ്ഞിരിക്കുന്നത് അത് പ്രവർത്തിക്കും എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ജനങ്ങൾ വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു. കാരണം അവർ പറയുന്നത് ചെയ്യുന്നു, പറയുന്നത് നടപ്പിലാക്കുന്നു. നരേന്ദ്രമോദി അങ്ങനെയാണ്. അപ്പം നരേന്ദ്രമോദിയുടെ ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്, ആ ഗ്യാരണ്ടിക്കൊപ്പം ഗ്യാരണ്ടി വെക്കാനായിട്ടുള്ള കഴിവ് രാഹുൽ ഗാന്ധിക്ക് ഇല്ല. അതാണ് രാമേന്ദ്ര ഗുഹ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാമേന്ദ്ര ഗുഹയുടെ പൊളിറ്റിക്സ് നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്സ് അല്ല. അതിനെ എതിർക്കുന്ന, വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് രാമേന്ദ്ര ഗുഹ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ രാമേന്ദ്ര ഗുഹയ്ക്ക് പോലും താൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി മുന്നോട്ട് കുതിക്കാനായിട്ടുള്ള കരുത്തില്ലാത്ത ഒരാൾ ആണ് രാഹുൽ ഗാന്ധി എന്ന് തോന്നിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് പ്രശ്നം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ BJPക്ക് സെറ്റ് ബാക്ക് ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. വാരണാസിയിൽ നരേന്ദ്രമോദി 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. 3 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രം നേടി വിജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. വലിയ വെല്ലുവിളിയായിരുന്നു അത്. അങ്ങനെ വെല്ലുവിളിക്കപ്പെട്ടൊരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാം, അല്ലെങ്കിൽ RSSനെയും BJPനെയും വെല്ലുവിളിക്കാം എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും ആ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ടുള്ള കരുത്തോ നെഞ്ചളവോ ഇല്ലാതായിരുന്നു. അതാണ് രാഹുൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. രാഹുൽ ഒരു അമേച്ചർ പൊളിറ്റീഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കുറച്ച് അമേച്ചർ പൊളിറ്റീഷ്യൻ, കുറച്ചാൾ വളരെ വീരശൂര പരാക്രമിയായി രാഷ്ട്രീയത്തിന്റെ മുന്നിൽ നിന്ന് രാഷ്ട്രീയത്തെ നയിക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്ന അയാൾ പട്ടായിപ്പോയി എന്ന് കയറി.
അല്ല, ഈ രാമേന്ദ്ര ഗുഹ കഴിഞ്ഞ ദിവസം ഈ ഇതിലിപ്പോ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത് ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് പൊളിറ്റിക്സിൽ താല്പര്യമില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കേവലം സോണിയാഗാന്ധി പറഞ്ഞതുകൊണ്ട്, നിർബന്ധിപ്പിച്ചത് കൊണ്ട് മാത്രം ഇതിലേക്ക് വന്നിറങ്ങി പെട്ടുപോയിട്ടുള്ള ഒരാളാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കൊണ്ട് തോന്നിപ്പോകുന്നു. അതാണ് ഇടക്ക് പട്ടായെ പോകുന്നു, ഇടക്ക് നമുക്ക് കാണാതാവുന്നു. അതാണ് ശരി. രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തെ മാറ്റിമറിച്ച ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ചരിത്രത്തിൽ താളുകളുണ്ട്. നിങ്ങൾ അതിലൂടെ ഒന്ന് നടന്നു പോകും. ഗുഹ ആ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അതിതീവ്രവും തീക്ഷ്ണവുമാണ്. അതെ, അവർ ഈ രാജ്യത്തെ മാറ്റും എന്ന് പ്രഖ്യാപിച്ചാൽ മാറ്റും. അങ്ങനത്തെ കരുത്താണ് അവർക്കുണ്ടായത്. ബിസ്മാർക്കിന്റെ ഒക്കെ പ്രസംഗങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തം തിളക്കും. പാഷൻ, ആ ഒരു തീ രാഹുലില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മോഡിയെ പോലെ ഒരു കരിഷ്മാറ്റിക് ആയിട്ടുള്ള ലീഡർ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയും. അതാണ് കാരണം. അതിൻ്റെ ഒരു തീയുണ്ട്, രാഷ്ട്രീയത്തിന്റെ തീ എന്ന് പറഞ്ഞാൽ. നമ്മൾ മാവോയെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. ചെഗുവേരയെ മനസ്സിലാക്കുന്ന സമയത്ത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ തന്നെ നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആ തീ ആളിപ്പടർന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കളെ എടുത്ത് പരിശോധിച്ച് നോക്കുക, ഭഗത് സിംഗിനെ നോക്കുക. അപ്പം അവരെല്ലാം അത്യുജ്വലമായിട്ടുള്ള അഗ്നിനാളങ്ങൾ മനസ്സിനകത്ത് കൊണ്ടു നടന്നിരുന്നതായിട്ടുള്ള വ്യക്തികളാണ്. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ ലക്ഷ്യത്തിലേക്കാണ് അവർ കുതിക്കുന്നത്. അവർക്കൊപ്പം ഒരു സമൂഹവും ചലിക്കുന്ന കാഴ്ച നമുക്ക് കാണാമെങ്കിൽ രാഹുൽ ഗാന്ധിയിലൊക്കെ അത്തരത്തിലുള്ള ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നതില്ല. കുറച്ചാൾ ഒരു കാര്യത്തിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരിക്കും, പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യും, റെസ്റ്റ് എടുക്കാൻ പോകും. അത് രാഷ്ട്രീയത്തിന് പറ്റിയ പരിപാടിയല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം ഒരു പാഷനല്ല എന്ന് രാമേന്ദ്ര ഗുഹ പറയാൻ കാരണം. മോദിയെ വളർത്തുന്നത് അപ്പൊ രാഹുൽ ഗാന്ധി തന്നെയാണെന്നാണോ? അല്ല, ഒരു പ്രതിപക്ഷ നേതാവ് കരുത്തനായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഭരണാധികാരിയായ നേതാവ് വെല്ലുവിളിക്കപ്പെടുകയും. ഇത് വെല്ലുവിളികളില്ല നരേന്ദ്രമോദിക്ക്. ജവഹർലാൽ നെഹ്റുവിനെ പോലെ തന്നെ. അതാണ് ജവഹർലാൽ നെഹ്റുവിന് കൃത്യമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നില്ല, എതിരാളിയില്ല, മത്സരമില്ല. ആ സ്ഥിതിയാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കുക, മോഡിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അത് തന്നെയാണോ ഈ ഒരു ഇത്രയും കാലം നിലനിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്? അത് ദീർഘകാലം ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു നേതാവും ഫ്ലെക്സിബിൾ ആയിരിക്കും. കാലത്തിനനുസരിച്ച് മാറുകയും മാറ്റാനായിട്ട് പരിശ്രമിക്കുകയും അതിനുവേണ്ടി നിതാന്തമായ പരിശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നരേന്ദ്രമോദി. ഇതിനിടയിൽ ഒരു പോഡ്കാസ്റ്റിന് തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം നൽകിയ ഒരു ഇതുണ്ട്, അഭിമുഖം. അതിൽ പറയുന്നത് ഐ വോണ്ട് ദിസ് ഗവൺമെന്റ് ടു ബി ക്രിട്ടിസൈസ്ഡ് എന്നാണ്. എൻ്റെ സർക്കാരിനെ വിമർശിക്കാൻ ആളുകൾ ഉണ്ടാകണമെന്ന് ഞാൻ കൃത്യമായിട്ട് താല്പര്യപ്പെടുന്നു, പക്ഷെ അതിന് കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട് നല്ലൊരു പ്രതിപക്ഷം ഇല്ല എന്നതിൽ ഞാൻ വിലപിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെ, അല്ല അത് തീർച്ചയായിട്ടും അങ്ങനെ പറയാം. ആർക്കും ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ കരുത്ത് തിരിച്ചറിയുന്ന എങ്ങനെയാണ്, അത് വെല്ലുവിളിക്കപ്പെടുന്ന സമയത്താണ്. നരേന്ദ്രമോദിക്ക് അത് അങ്ങനെ ഒരു വെല്ലുവിളി വരുന്നില്ല. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളി വന്നപ്പോഴാണ് പിന്നീട് അവരെന്ത് ചെയ്ത്, പിന്നീട് നടന്ന എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ നീങ്ങുന്ന കാഴ്ചയില്ല. നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും അവർ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് കയറിപ്പോയി. എന്നുവെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിട്ട സെറ്റ് ബാക്ക്, തിരിച്ചടി, അതിനെ മാറ്റി അവരെ എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും അതീവമായിട്ടുള്ള മുന്നേറ്റം നടത്തി. അങ്ങനെയാണ് ബീഹാർ അവരെ ആദ്യം പിടിക്കുന്നത്, പിന്നീട് ബംഗാൾ പിടിക്കുന്നത്. ഇനി സൗത്ത് ഇന്ത്യയിലേക്കാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അതായി മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം അടുത്ത ഒരു ടൈം എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് BJPയും അതുപോലെ നരേന്ദ്രമോദിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുതിക്കാനായിട്ട് പോകുന്നത് എന്ന് നോക്കിയിരിക്കേണ്ട ഒരു ആവശ്യമാണ്. ഇതിലിപ്പോൾ അമിത്ഷാ ഇന്നത്തെ ദിവസം പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യയുടെ പ്രൈഡ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് അല്ലെങ്കിൽ നമ്മൾ പല മെന്റാലിറ്റികൾക്കും അടിമപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതിനെ മാറ്റിയെടുക്കാനാണ് ഈ 12 വർഷം കൊണ്ട് മോദിക്ക് യഥാർത്ഥത്തിൽ സാധിച്ചത്. മറ്റു പലതുമൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൽ വിജയിച്ചു യഥാർത്ഥത്തിൽ. അതായത് RSS എന്ന് പറഞ്ഞാൽ
രാഷ്ട്രീയ സ്വയം സേവകർ നമ്മൾ പറയും. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാംസ്കാരിക രാഷ്ട്രീയമാണ്. രാഷ്ട്രത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള മേഖലകളിൽ കടന്നു കയറി രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക മുഖഭാവത്തെ മാറ്റുക എന്നുള്ളതാണ്. അത് വലിയ തോതിൽ അവർ മാറ്റിക്കഴിഞ്ഞു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിൽ വൻ വിജയം അവർക്ക് നേടാനായിട്ട് കഴിഞ്ഞു. അങ്ങനെയാണ് അവര് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതാണ്ട് ഇന്ത്യയിൽ ഒട്ടുമിക്ക ഇടങ്ങളിലും സുസ്ഥാപിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. RSSന്റെ 100-ാം വാർഷികം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് അമിത്ഷാ പറഞ്ഞ വാചകത്തിന്റെ പ്രത്യേകതയാണ്, ഞങ്ങൾ ഇന്ത്യയെ രാഷ്ട്രീയമായിട്ട് രൂപപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി അതിനെ സാംസ്കാരികമായിട്ട് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ വാചകത്തിന്റെ വാക്കുകൾ. ഇതാണ്: നേഷൻ ലേൺ ടു ടേക്ക് പ്രൈഡ് ഇൻ ഇറ്റ്സ് ഹെറിറ്റേജ്, കൾച്ചർ ആൻഡ് കാപ്പബിലിറ്റീസ് ബൈ എമേർജിങ് ഫ്രം ഫീലിംഗ്സ് ഓഫ് ഇൻഫീരിയോറിറ്റി. അതായത് ഒരു പ്രത്യേക കാലത്ത് ഇന്ത്യ, അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിപ്പെട്ട് നിന്ന സമയത്ത് വി ആർ ഇൻഫീരിയർ. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നതിൽ നമുക്ക് ഒരു തരത്തിലും അഭിമാനം ഉണ്ടായിരുന്നില്ല. നമ്മളൊരു അധമബോധത്തോടുകൂടിയാണ് എല്ലാത്തിനും കണ്ടിരുന്നത്. അത് മാറ്റാനാണ് നമ്മൾ പരിശ്രമിച്ച് നമ്മളെപ്പോഴും അതിന് കൂടുതൽ പ്രാധാന്യം നൽകി. അങ്ങനെയാണ് നാം ഇന്ത്യക്കാർ, ഇന്ത്യ ലോകത്തിൻ്റെ നേതൃത്വത്തിൽ എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുക. അതാണ് തീവ്ര നാഷണലിസം എന്ന് പറയുന്നത്, തീവ്ര ദേശീയതയെ. ആ തീവ്ര ദേശീയതയെ ശക്തിപ്പെടുത്തുന്നതിൽ RSSനും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഒക്കെ വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നോക്കൂ, പാർട്ടി വന്ന സമയത്ത് പോലും അതിനെ തകർക്കാനായിട്ട് BJP പ്രയോഗിച്ച വാചകം എന്തായിരുന്നു? ഇത് ദേശദ്രോഹികളുടെ ഒരു പരിപാടിയാണ്. കാരണം രാജ്യത്തിന് പുറത്തു നിന്നുകൊണ്ട് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. അത്രമാത്രം ശക്തമായിട്ടുള്ള രീതിയിൽ ഈ രാജ്യത്തെക്കുറിച്ചുള്ള ബോധം, ദേശീയബോധം ശക്തിപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തുടക്ക സമയത്തൊക്കെ അത്തരം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പം വരുന്ന വാർത്ത അനുസരിച്ചിട്ട് കേന്ദ്ര നേതൃത്വം പാർട്ടി പ്രതിഷേധിച്ചോട്ടെ, പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്ന നിലയിൽ നിലപാട് മാറ്റിയിരിക്കുകയാണ്. യുവാക്കൾ ഈ ജനങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും മാറ്റേണ്ടി വന്നു. കാരണം അവർക്ക് അവരുടെ ശത്രുക്കളായിട്ട് ഇവരെ കാണേണ്ടതില്ലെന്ന് തോന്നൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരെ ശത്രുക്കളാക്കിയാൽ ആ ജൻസി വിഭാഗത്ത് ചെറുപ്പക്കാരെ മുഴുവനും RSSനും BJPക്കും എതിരാക്കി മാറ്റുന്ന ഒരു ജോലിയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നവർക്ക് തോന്നി. അവർ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി, അതിൻ്റെ പൾസ് മനസ്സിലാക്കി അവരെ ഒപ്പം നിർത്തുകയാണ് ചെയ്യുന്നത്. മക്കളെ, നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും, അതിൽ തെറ്റും ശരിയും ഉണ്ടെന്ന് പരിശോധിച്ച് തെറ്റ് തിരുത്താൻ ശ്രമിക്കാം എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ഒപ്പമാണ് എന്ന് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് തന്നെയാണ്. വളരെ വൈഡായിട്ടുള്ള റേഞ്ചുള്ള ഒരു പൊളിറ്റിക്കൽ വിഷൻ അതിലുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ, അവസാനം നിർത്തും എന്ന് പറയാം, പക്ഷേ അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ടുള്ള ചരിത്രബോധമൊന്നും ഒരുപക്ഷെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, 2014 ശേഷമാണ് ഞാനൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെന്ന് എനിക്ക് തോന്നിയത്. അതിനു മുമ്പ് തോന്നിയില്ല. അതെ, അതാണ് നമ്മൾ ഈ പറഞ്ഞു കൊണ്ടുവന്ന കാര്യം. ഇന്ത്യൻ ഫീൽ എന്ന് പറയുന്ന സാധനം, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഈ ലോകത്തുള്ള മറ്റു രാഷ്ട്രങ്ങളുടെ മുകളിലാണ് എന്ന് പറയുന്ന ഒരു സെൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് എപ്പോഴും RSSും BJPയും ശ്രമിച്ചിട്ടുള്ളത്. അത് ഹിന്ദുവാണ്, അതിന് വലിയ ഹെറിറ്റേജ്, വലിയ പാരമ്പര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആ ഒരു പ്രൈഡ് വേണോ യഥാർത്ഥത്തിൽ? ആ പ്രൈഡ് വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് വേണ്ട, ആ പ്രൈഡ് വേണ്ട. കാരണം എന്ന് വെച്ചാൽ ലോകം എന്ന് പറയുന്നത് പഴയ കാലത്തേക്കാളൊക്കെ വളരെയധികം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് അഭിമാനിക്കാം. നമ്മളെപ്പോലെ തന്നെയാണ് മറ്റു രാഷ്ട്രങ്ങളിലുള്ള മനുഷ്യർ. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകുന്നതാണ് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട്. കാരണം നമ്മൾ ഈ ഗ്ലോബലൈസേഷന് ശേഷം നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി എന്നാണ് ആ വാചകം. നിങ്ങൾ ആഗോളമായി ചിന്തിക്കുകയും പ്രാദേശികമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയും. നമ്മളുടെയും അമിത്ഷാ അടക്കമുള്ള ഇന്ത്യയിലെ വൻ വ്യവസായികൾ, അദാനി, അംബാനി, അങ്ങനെയൊക്കെ പോകുന്ന പ്രമാണിമാരൊക്കെ എന്താ ചെയ്യുന്നത്? രാവിലെ തിരുവനന്തപുരത്ത് മസാല ദോശ കഴിക്കുന്നു, വൈകുന്നേരം സമയത്ത് അവർ ലണ്ടനിൽ പോയിട്ട് കോഫി കഴിക്കുന്നു. എന്നുവെച്ചാൽ ഒരു ദിവസം തന്നെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ സഞ്ചരിക്കുകയും അവർ ഇന്ത്യക്കാർ മാത്രമല്ല, അവർ ലോക പൗരന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എന്ന് പറയുന്ന അഭിമാനമുള്ളതിനോടൊപ്പം തന്നെ
നമ്മൾ ലോക ജനതയുടെ ഒരു ഭാഗമാണ് എന്ന വിശാലമായിട്ടുള്ള സങ്കല്പം കൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെ പോയാൽ മാത്രമാണ് നമുക്ക് പുതിയ കാലഘട്ടത്തിലെ പുതിയ ഡിജിറ്റൽ യുഗത്തിലെ ജീവികളായി മാറിത്തീരാനായിട്ട് പറ്റുള്ളൂ. RSSും അതേപോലെ തന്നെ BJPയും ഒക്കെ അത്തരം കാഴ്ചപ്പാടിലേക്ക് കൂടി വന്നേ പറ്റൂ. കാരണം അത് ലോകത്തിന്റെ പുതിയ ക്രമമാണ്, ന്യൂ ഓർഡർ ഓഫ് ദ വേൾഡ് എന്നുള്ളതാണ്. ഇപ്പോൾ പല RSSകാരും പല തീവ്ര RSSകാരും അമേരിക്കയിലൊക്കെ ഇരുന്നൊക്കെ ആളുകളിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, പല സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ടല്ലോ അവരൊക്കെ. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറ്റുന്ന പറയുമ്പോൾ പഴയ പേരുകൾ മാറ്റുന്നു, പഴയ മുസ്ലിം പേരുകൾ, മുഗൾ കാലഘട്ടത്തിലുള്ള പേരുകൾ. അല്ല, അത് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയോറിറ്റി മാറ്റുന്നതിന്റെ ഭാഗമല്ല. നമ്മളൊരു കൊളോണിയൽ മൈൻഡ് സെറ്റ് ഇപ്പോഴും ഇന്ത്യക്കാരിൽ അതുണ്ട്. ഞാൻ ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ ചില സമയത്ത് പല കുട്ടികളും അങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ട്. RSS പുതുതായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാവമാണ്, നമ്മൾ കൊളോണിയൽ ഫീലിങ്ങിന് വിധേയമായി ജീവിക്കുകയാണ് ഇപ്പോഴും എന്നുള്ളത്. നമ്മളുടെ ഇംഗ്ലീഷ് ഭാഷയോടുള്ള മമത എന്ന് പറയുന്നത് ആ കൊളോണിയലിസത്തിൻ്റെ ഒരു ഫാഗൻറ്റിൽ കിടക്കുന്ന ചിന്തയാണ്. അല്ലെങ്കിൽ നമ്മൾ കൊളനൈസേഷൻ വിധേയമായതിൻ്റെ പേരിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. അങ്ങനെ ഇത് കണക്കാക്കുന്നതിൽ കഥയില്ല എന്നുള്ള അഭിപ്രായക്കാരനെ. കാരണം നമ്മൾ ബ്രിട്ടീഷ് മുദ്ര നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരൊന്നുമല്ല. നമ്മളൊക്കെ കുറെ വയസ്സായ മനുഷ്യരല്ലേ, വളരെ ചെറുതായിട്ടുള്ള പിള്ളേരല്ലേ നമ്മുടെ. അവർക്ക് എന്ത് ബ്രിട്ടീഷുകാരന്റെ മുഖം, ബ്രിട്ടീഷുകാരൻ നമ്മൾ നടത്തിയ ഭീകരത അന്ന് അവൻ്റെ ഒരു പ്രശ്നമല്ല. അവൻ ബ്രിട്ടീഷുകാരൻ ആരുമല്ല. പഴയ കാലത്തെ മനുഷ്യർ അങ്ങനെയല്ല, അവരുടെ അടിമയായിട്ട് കഴിഞ്ഞു വരുന്നവരായിരുന്നു. ശരി, ആ അടിമസ്ഥ മനസ്ഥിതി ഇന്നത്തെ കുട്ടികൾക്കുണ്ടെന്ന് വെച്ചാൽ അവർക്കില്ല. പിന്നെന്താ പ്രശ്നം? അപ്പൊ ഈ കൊളോണിയൽ യുഗത്തിന്റെ പാവഭാരം നമ്മൾ ചുമക്കേണ്ടതില്ല. നമ്മളെന്തിനെ ചുമക്കണം? നമ്മളെ ചുമക്കേണ്ട കാര്യമില്ല. പക്ഷെ പുതിയ കാലം, പുതിയ രീതി, പുതിയ കാര്യങ്ങൾ നമുക്കറിയാം. ഈ മക്ഡൊണാൾഡ് ഹോട്ടലുകൾ അതൊക്കെ പുതിയൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സാധനമാണ്. അമേരിക്കൻ കൾച്ചറാണ് നമ്മളിലേക്ക് ഇറങ്ങിയത്. നമ്മുടെ കൾച്ചറിനൊക്കെ അത് എന്ത് ചെയ്ത് ഡീവേറ്റ് ചെയ്തില്ലേ? ഡീവേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കേരളത്തിൽ നോക്കൂ, നിങ്ങൾക്ക് കല്യാണം നടക്കുന്ന സമയത്ത് കേരളീയ സദ്യ കിട്ടുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളിക്ക് വേണ്ടത് ഇവിടെ മലയാളിയുടെ ഭക്ഷണം. ഇപ്പം ലോർഡ് മെക്കോളിയാണ് ഇന്ത്യയുടെ ഒരു മോഡേൺ എഡ്യൂക്കേഷനെ മാറ്റി തീർത്തത്. അതായത് പാരമ്പര്യമായിട്ട് ഇന്ത്യക്കാരുടെ എല്ലാം തകർക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ പറ്റൂ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കമുണ്ട്. ഇപ്പം ഇതിനിടയിൽ ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ നമ്മൾ നഴ്സറികളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ ജോണി എസ്പപ്പ, റെയിൻ ഗോയവേ, ഇതിനെയൊക്കെ ഒളിച്ചെഴുതണം, ഇതൊക്കെ ഒരു കൊളോണിയൽ പാരമ്പര്യത്തിന്റെ അംശങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ശരിയാണ്, അതൊക്കെ അങ്ങനെ തന്നെയാണ്. അതൊക്കെ മാറ്റണം. അത് മാറ്റാൻ എന്ത് വേണം? നമ്മളതിന് പകരം സാധനങ്ങൾ പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെ ഭാഷയെ വിപുലീകരിച്ചുകൊണ്ട് മാത്രമാണ് അത് നടത്താനായിട്ട് പറ്റും. അപ്പോഴൊക്കെ അമിത്ഷാ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, 1 നേഷൻ 1 ലാംഗ്വേജ്. അതെന്തൊരു മോശമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, അങ്ങനെ പലതും ഉണ്ട്. അത് ഹിന്ദി ആയിരിക്കണം എന്ന് അവർ പറയുമ്പോഴാണല്ലോ പ്രശ്നം. മലയാളി നമ്മളുടെ ഐഡന്റിറ്റിയെ നശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് ആരംഗീകരിക്കാണ്? അത് അവർക്ക് വന്നാൽ അയാൾ ഹിന്ദിക്കാരാണ്, അയാൾക്കത് പറയാം. നമ്മൾ മലയാളിയാണ്, നമുക്കൊന്നും നമ്മളുടെ അഭിമാനം, ഇവർ പറയുന്ന അഭിമാനമാണ് കാത്തു സൂക്ഷിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മലയാളിത്തം കാത്തു സൂക്ഷിക്കണം. നമ്മൾ മലയാളം സംസാരിക്കണം. മലയാളം മാത്രം സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ വ്യവഹാരങ്ങളിലും ഇടപെടാനും മത്സരിക്കാനും വിജയിക്കാനും കഴിയില്ല. അപ്പം നമ്മളുടെ വിജയത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് പഠിക്കുന്നത്, ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമാക്കുകയൊക്കെ ചെയ്യുന്നത്. ചൈനീസ്, ജാപ്പാനീസ് കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ അവർ ബഹുഭൂരിപക്ഷ ആളുകളും എന്തിലാണ്? ആ ഭാഷയിലാണ്. നിങ്ങൾക്ക് ജർമ്മനിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം. മറ്റൊരു ഭാഷയും അവർ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അത് ആ രീതിയിലാണോ ചിന്തിക്കേണ്ടതെന്ന് നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്ന എല്ലാ മലയാളികളും, മലയാളി, ഗുജറാത്തി, അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആളുകളൊക്കെ വിജയം നേടിയിട്ടുള്ളത് അവർ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. കാരണം അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. അതല്ലാണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കൊളോണിയൽ തൊപ്പി അല്ലത്. ഇപ്പോൾ നേരത്തെ അതൊക്കെ ശരിയായിരുന്നിരിക്കുക. എന്തായാലും ഗാന്ധിയുടെ രാമനും മോദിയുടെ രാമനും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ? ഗാന്ധിയുടെ രാമനും മോദിയുടെ രാമനും വ്യത്യാസം ഉണ്ടാവും. അത് മാറും, അതൊന്നാവില്ലല്ലോ. കാരണം എന്താണ്? അവർക്ക് രണ്ടുപേർക്കും ഈ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് ഭയങ്കര വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ആ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ ഒന്നാക്കി മാറ്റാനായിട്ട് പറ്റണം എങ്കിൽ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള രീതിയിൽ RSS ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.